ചാരിതാർത്ഥ്യത്തോടെ നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം, അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ്. 2006 ഞങ്ങളിവിടെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, 2008 12ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അതത് പറഞ്ഞ് ഞങ്ങൾ അലുമിനിയായിട്ട് മീറ്റിങ്ങുകൾ കൂടിയപ്പോൾ എല്ലാവരും ചേർന്ന് സമൂഹത്തിന് എന്ത് നൽകണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു ചിന്ത ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്മൈലിംഗ് ഹാർട്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു പ്രസ്ഥാനം, ഒരു ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇതിനെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകിയതും ആ ഒരു ചിന്തകൾക്ക് ഞങ്ങൾക്ക് പ്രചോദനമായതും ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സിൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു എന്നത് വളരെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇത്തരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. അതിനുള്ള നന്ദി എല്ലാവരോടും, എല്ലാ ടീച്ചേഴ്സിനോടും, ഇവിടെ ഞങ്ങൾക്ക് പകർന്നു നൽകിയ എല്ലാ നല്ല കാര്യങ്ങളോടുമുള്ള കൃതജ്ഞത ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഞങ്ങൾ 2 കാര്യത്തിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ടീച്ചറായിരുന്നു സുജാതി വർക്കി. മാഡം അകാലത്തിൽ ഞങ്ങൾക്ക് വിട്ടുപോയി. മാഡത്തോടുള്ള നന്ദിയുടെ ഓർമ്മ സൂചകമായി മാഡത്തിൻ്റെ മെമ്മോറിയലായിട്ട് ഒരു എൻഡോവ്മെൻറ്റ് ഞങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. അത് വർഷാവർഷം സ്കൂളിലെ മിടുക്കനായ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഇങ്ങനെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച 5ാം ക്ലാസ് വരെ ഞങ്ങളോടൊപ്പം പഠിച്ച ഒരു കുട്ടി ക്യാൻസർ വന്ന് മരിച്ചുപോയി. നിതിൻ ടോം എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവൻ്റെ നാമത്തിലും ഞങ്ങൾ ഒരു മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് സ്ഥാപിച്ചു. അതും എല്ലാ വർഷവും ഈ MGM സ്കൂളിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ 2 കാര്യങ്ങളും ഞങ്ങളെ ഒത്തിരി സന്തോഷം നൽകുന്നു. അതിന് ഞങ്ങൾക്ക് അവസരം തരുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. പിന്നെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയുവാനുള്ള 2 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരോടുമുള്ളത്, നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ജീവിതത്തിൽ അതേപോലെയുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ഗ്രൂപ്പുകളും ഒക്കെ വെച്ച് ഒത്തിരി നന്മകൾ ചെയ്യുവാൻ സാധിക്കുമെന്നതിന് ഞങ്ങളുടെ ഈ ചെറിയ മാർഗങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2 വാക്കിൽ വേണ്ടി പറയാം. ഒന്ന്, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങി ഒരു 15 വയസ്സ് 18 വയസ്സാകുന്നു, ഒരു ലൈസൻസ് ഒക്കെ കിട്ടുന്നു. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈക്കൊക്കെ എടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്ത് ചെയ്യണം. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരുടെ വട്ടം വരുന്ന ചിന്തിച്ച് ചെയ്ത ഒരു പ്രക്രിയ. അന്ന് കോട്ടയം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒത്തിരി പാവങ്ങളും പിച്ചക്കാരുമായ ഒത്തിരി പേരുണ്ടായിരുന്നു. ഭക്ഷണപൊതികളും കിറ്റുകളും എടുത്തുകൊണ്ട് 18ാം വയസ്സിൽ ബൈക്ക് മേടിച്ച കാലത്ത് ഞങ്ങൾ ഓരോരുത്തരും ഈ ഗ്രാമങ്ങളിലൂടെയും തെരുവുകളിലൂടെയും റെയിൽവേ സ്റ്റേഷനിലൂടെയും പോയി അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു എന്നുള്ള ഇത്തരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ഇതൊക്കെ വലിയൊരു കാര്യമായി പ്രസന്റ് ചെയ്തല്ല, ഇതൊന്നും വലിയൊരു കാര്യമേ അല്ല. നിങ്ങളൊക്കെ ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നതിന് ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ബ്ലഡ് ഡൊണേഷനൊക്കെ വലിയ കാര്യമായിട്ട് 18ാം വയസ്സിൽ 20ാം വയസ്സിൽ ചെയ്തു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ NSSന്റെ ഭാഗമായി അതെല്ലാം നിങ്ങൾ ഓൾറെഡി സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശരീരം മരണത്തിന് ശേഷം ഡൊണേറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കുന്നു, എല്ലായിടത്തും ഒപ്പുകൾ ശേഖരിക്കുന്നു, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതെല്ലാവരോടും പ്രചരിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പറഞ്ഞു വരുന്നത്, ഞങ്ങളെക്കാൾ ഏറെ നല്ല ചിന്തയോടുകൂടി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് അതിലും വലിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കട്ടെ. ആയതിന് ഈ പരിശുദ്ധ ദേവാലയവും ഈ സ്കൂളും ആരുടെ നാമത്തിൽ സാധ്യമായിരിക്കുന്നു. ആ പുണ്യനായ പരിശുദ്ധ പരമ തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് കൊണ്ടേയിരിക്കട്ടെ. ജയ്.